കാണിക്കുന്നത്. അതായത് ഞങ്ങൾ ആവനാങ് ബീച്ചിൽ പോയി തിരിച്ചു വന്നു, ഞങ്ങളുടെ ഹോട്ടലിൽ പോയി അവിടെ ഒന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. നിങ്ങൾക്കറിയാം ഇവിടെ ഭയങ്കര ചൂട്, ഭയങ്കര കൂടുതലാണ്. അറൗണ്ട് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ. ഇപ്പം ഇച്ചിരി കുറഞ്ഞു, സന്ധ്യയായി, 7-7:30 അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, ക്രാബി നൈറ്റ് മാർക്കറ്റ്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടാക്സി ഒക്കെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നടന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പം നടന്ന് ഇപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി. നിങ്ങളിവിടെ കണ്ടോ, ഭയങ്കര മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, കുറച്ചും കൂടി എന്താ പറയുക ഡെവലപ്ഡ് ആണ്, കുറച്ചും കൂടി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായി ഇവിടെ. ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു കുറച്ച് പഴയ സ്ഥലമാണ്. പഴയ ഒരു സ്റ്റാച്യു, സിംഹത്തിൻ്റെയൊക്കെ സ്റ്റാച്യു ഉണ്ട്. സിംഹം കിടന്ന് ഉറങ്ങുന്ന വേറെ കുറേ സ്റ്റാച്യൂസ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാളെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അറൗണ്ട് ഒരു 500 മീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രാബി നൈറ്റ് മാർക്കറ്റിലെത്തും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഈ റോഡുകൾക്കെല്ലാം പേരുണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ പേരാണ് മഹാരാജ് റോഡ്. ഈ മഹാരാജ് റോഡിൽ ഇങ്ങനെ ഓരോരോ പാരലല്ല, ഈ മഹാരാജിനെ ക്രോസ് ചെയ്തിട്ട് വേറെ കുറച്ച് റോഡുകളുണ്ട്. അപ്പോൾ ആ റോഡുകൾക്കാണ് പിന്നെ ഓരോരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. മീൻസ് നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. മഹാരാജ് 17, 16, 1 to എനിക്ക് തോന്നുന്നു 50 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. എക്സാക്റ്റ് എനിക്ക് അറിയില്ല, ഞാനത് നോക്കിയില്ല. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റോഡിൽ നിറച്ച് സ്ട്രീറ്റ് ലൈറ്റ്സും, അപ്പോൾ കുറേ സ്തൂപങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആൻഡ് ക്ലീനാണ്, കാണാൻ നല്ല രസമുണ്ട്. കുറച്ചും കൂടി ഹൈഫൈ ഏരിയ ആണ്. ഞാൻ കാണിച്ചു തരാം, ഞാൻ മുമ്പേ പറഞ്ഞ നമ്പേഴ്സ് കാണിച്ചു തരാം. കണ്ടോ മഹാരാജ് 16 ഞങ്ങൾ. ഇവിടുന്ന് കുറച്ചും കൂടി ഇനി നടക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി മാർക്കറ്റിലേക്ക് പോവാം. നടന്ന് മടുത്തപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ബബിൾ ടീ ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പ് കണ്ടത്. ഒരു കുഞ്ഞി ഷോപ്പാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് പിന്നെ മിൽക്ക് ടീ അത്ര താല്പര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു ലൈം സോഡ മതി എന്ന് പറഞ്ഞു. ജോ ചേട്ടനാണെങ്കിൽ അവിടെ കണ്ട ഏതൊക്കെയോ കൊള്ളാവുന്ന മിൽക്ക് ടീ, ബബിൾ ടീകൾ ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്യൂവിലാണ്. ജോ ചേട്ടൻ ഇങ്ങനെ എന്നിട്ട് ഓരോരെണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും നോക്കുന്നുണ്ട് ഏത് വേണമെന്നൊക്കെ. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഇവരിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊരു ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അവരിത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ കുൽക്കി സർബത്തൊക്കെ പോലെ അവരിങ്ങനെ കുലുക്കലും ഇതൊക്കെയുണ്ട്. അപ്പം എനിക്ക് എന്താ മെയിൻലി ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഈ ഫുള്ള് ഐസ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലേവേഴ്സ് വെച്ചിട്ട് തരുന്ന പോലെ എനിക്ക് തോന്നി. ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാണുമ്പം തന്നെ. എന്തായാലും ഓർഡർ ചെയ്ത് പോയില്ലേ, മേടിക്കണമല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം, അവരിങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പം ഇത് കണ്ടോ, അതിൽ ക്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നത് കണ്ടോ, എല്ലാം മെഷീൻസാണ്. അപ്പോൾ അവരിത് ഉണ്ടാക്കി എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ ക്യാപ്പ് കണ്ടോ, അതിൻ്റെ ക്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഈ മെഷീനിലാണ്. കണ്ടോ, അതിൽ ആ മൂടിയോടെ വരുന്ന കണ്ടോ. അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ ലൈം സോഡയ്ക്ക് വേണ്ടിയുള്ള സോഡയാണ് ഇപ്പോൾ അവർ ആ കുഞ്ഞൊരു കുപ്പിയിൽ എടുത്തു വെച്ചത് കണ്ടോ. അതാണ് എനിക്ക് എൻ്റെ സോഡ ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഇവർ ഫ്രഷ് ലൈം അല്ല ഉപയോഗിക്കുന്നത്, ഇവർ ഉപയോഗിക്കുന്ന ഫ്ലേവേഡായിട്ട് ഫ്ലേവേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്ര എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല. ചില സ്ഥലങ്ങളിൽ ഫ്രഷ് ലൈം തരുന്ന കാണാം, ഫ്രഷായിട്ട് നമുക്ക് ചെയ്തു തരുന്ന കാണാം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഫ്ലേവേഡാണ്, എല്ലാം ഫ്ലേവേഡാണ്, ഒന്നും ഫ്രഷായിട്ട് കണ്ടില്ല. അപ്പോൾ എന്തായാലും പക്ഷെ കാണാനൊക്കെ രസമുണ്ട്, ഫുള്ള് കളർഫുള്ളാണ്. അപ്പോൾ ഞങ്ങളുടെ സാധനം കിട്ടി. അടുത്ത
ഇതാ മാർക്കറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ്, ജസ്റ്റ് ഒരു എൻട്രൻസ് മാത്രം. നമ്മളിവിടെ ക്രാബിയിലെ നൈറ്റ് മാർക്കറ്റിലെത്തി. നമുക്കിവിടെ നിന്ന് ഓരോരോ ഷോപ്പുകളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. കാരണം ഇത് ഫുള്ള് സംസാരിച്ചുകൊണ്ട് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ പേര് ക്രാബി വർക്കിംഗ് സ്ട്രീറ്റ് എന്നാണ്. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഫസ്റ്റ് കട ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഫുള്ള് ഹാൻഡ് ക്രാഫ്റ്റ് കൊണ്ടുള്ള ഹാൻഡ് ബാഗ്സ്, കുഞ്ഞു ബാഗുകൾ, കുഞ്ഞു പേഴ്സുകൾ, വലിയ ഹാൻഡ് ബാഗ്സ്, അതൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോരോ ഷോപ്പുകളായിട്ട് നമുക്ക് പോവാം. വെൽക്കം ടു ക്രാബി വാക്കിംഗ് സ്ട്രീറ്റ്. പോവാം. ഇവിടെ ഒരു ആൻറ്റി ഇവിടെ ഇരുന്നിട്ട് ഇതുണ്ടാക്കുന്നുണ്ട്. കണ്ടോ, അവർ നല്ല വൃത്തിക്കുണ്ട്, മെടഞ്ഞുണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പനയുടെ ഓലയാണ് തോന്നുന്നത്.
കുറച്ച് ഫാൻസി ഐറ്റംസ്, ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ കണ്ടു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ ഏരിയ ഉണ്ട്. ഇവിടെ മൊത്തം സ്ട്രീറ്റ് ഫുഡുകളാണ്. സ്ട്രീറ്റ് ഫുഡ് പ്ലസ് ഡ്രിങ്ക്സ്, എന്ത് ഡ്രിങ്ക്സും ഇവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. എല്ലായിടത്തും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം അത് കുറച്ച് മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടിയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഷോപ്പിംഗ് സെന്റർ ഉണ്ട് ജസ്റ്റ് ഉള്ളിലേക്ക്. കേട്ടോ, ഇവിടെ ഇത് കണ്ടോ, ഒരു ഷോപ്പിംഗ് സെന്റർ ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഉള്ളിലേക്ക്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടും കുറച്ച് ക്വാളിറ്റി ആയിട്ടും എന്താ പറയുക, കുറച്ച് ഭയങ്കര സ്റ്റാൻഡേർഡോടും കൂടി ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഷോപ്പിംഗ് സെന്ററിൽ കയറുക. ക്വാളിറ്റിയുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ അവിടെ പോയി നോക്കണം. പക്ഷേ ഒന്ന് എ സിയിലും ഒന്ന് നോൺ എ സിയും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം നമുക്ക് ആദ്യം ഈ സ്ട്രീറ്റ് ഫുഡും ഈ തട്ടുകളുടെ പോലെയുള്ള സ്ഥലങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി നോക്കാം. ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണം, ഫുഡ് പ്ലസ് ചാങ്. അപ്പോൾ അത് കഴിച്ച് നമുക്ക് ഷോപ്പിംഗ് സെൻറ്ററിനുള്ളിൽ കൂടി കയറി വൈൻഡപ്പ് ചെയ്യാം. കണ്ടാ, ചാങ്ങിൻ്റെ മാത്രം ഒരു ബിയർ പാർലറുണ്ട്. What's your name? Tăng Tăng. Hello. Name Tăng. Copy Tăng. Thank you.
ടോപ്പസ് ആണോ? ടോപ്പസ്. സുഷി. ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ്. അപ്പം കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് നടന്ന് എല്ലായിടവും ഒന്ന് എടുക്കാൻ വേണ്ടി കാണിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒത്തിരി ഏരിയ ഉണ്ട്, ഒത്തിരി ഫുഡുണ്ട്. ഇവിടെ ഒരു കൺസേർട്ട് നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ടായിട്ട് അതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കൂടുതൽ സമയം അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ആൾക്കാർക്ക് വ്യൂ തടസ്സപ്പെടുത്തിയിട്ട് കൺസേർട്ടിൻ്റെ ഇടയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളവിടെ പോയി ആ കൺസേർട്ടിലൊന്ന് ജോയിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക ഫുഡൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും